ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ഋതികയുടെയും രാജുവിൻ്റെയും വെഡിങ് റിസപ്ഷൻ നടത്താൻ പ്രതാപവർമ്മ തീരുമാനിച്ചു. അതിനനുസരിച്ച് ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം വന്ന് വളരെ സന്തോഷപൂർവ്വമുള്ളൊരാഘോഷമാണ് അവിടെ നടക്കുന്നത്. പ്രതാപവർമ്മ വന്ന അതിഥികളോട് പറയുന്നുണ്ട്, ഞാനിവിടെ ഒരു ഫംഗ്ഷൻ നടത്തുന്നുണ്ട് എന്ന് മാത്രമാണ് നിങ്ങളോടൊക്കെ പറഞ്ഞിരുന്നത്. എന്നാൽ ആ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകളുടെ വെഡിങ് റിസപ്ഷനാണ്. എൻ്റെ മകളുടെ വിവാഹം നടന്നത് അധികം ആർക്കും അറിയില്ല. എന്നാൽ അത് മറ്റുള്ളവരെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വെഡിങ് റിസപ്ഷൻ ഇന്ന് നടത്തുന്നത് എന്നൊക്കെ പ്രതാപവർമ്മ വളരെ സന്തോഷത്തോടെ ഇങ്ങനെ പറയുവാണ്. ആ സമയത്ത് ഋതികയും രാജുവും ഇങ്ങനെ വേണു കൊടുത്തിയ ജ്യൂസൊക്കെ കുടിച്ചങ്ങനെ നിൽക്കുവാണ്. ദീപക്കും അംബികയും ഋതികയും രാജുവിനെയും തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഋതികയാണെങ്കിൽ ആകെ ഒരു ടെൻഷനിലാണ്. രാജു എല്ലാ സത്യങ്ങളും ഇന്ന് അച്ഛനോട് പറയുമല്ലോ, ഇവിടെ എന്താണ് ഇനി നടക്കാൻ പോകുന്നത് എന്നൊക്കെ ഓർത്ത് ഋതിക ഇങ്ങനെ ഒരുമാതിരി അങ്കലാപ്പിൽ ഇങ്ങനെ വല്ലാതെ വിയർത്ത് നിൽക്കുന്നുണ്ട്. ഇത് കണ്ട്, മോനെ ദീപക്കെ, നീ കൊടുത്ത മദ്യം കഴിച്ചത് ഋതികയാണെന്ന് തോന്നുന്നു. നോക്ക്, അവളുടെ ഭാവവ്യത്യാസം കണ്ടോ, അവൾക്ക് എന്തൊക്കെയോ അസ്വസ്ഥത തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ അംബിക പറയുന്നു. ദീപക്ക് പറയുന്നു, ഏതായാലും കുഴപ്പമില്ലമ്മേ, അവള് കുടിച്ചാലെന്താ ഇവൻ കുടിച്ചാലെന്താ, ഏതായാലും ഈ ഫംഗ്ഷൻ ഇന്ന് എനിക്ക് അലങ്കോലപ്പെടുത്തണം. അമ്മാവൻ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് നിൽക്കുന്നത് എനിക്ക് കാണണം എന്നൊക്കെ ഇങ്ങനെ ദീപക്ക് അംബികയോട് പറഞ്ഞ് അവർ രണ്ടുപേരും ഇങ്ങനെ വളരെ സന്തോഷത്തോടെ നിൽക്കുവാണ്. വർമ്മ അങ്ങനെ വന്നവരോട് ഋതികയുടെയും രാജുവിൻ്റെയും വെഡിങ് റിസപ്ഷനെ കുറിച്ച് പറയുകയും ഇനി ഉടനെ തന്നെ നമുക്ക് ഫംഗ്ഷൻ ആരംഭിക്കാം എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുമ്പോൾ രാജു പറയുന്നു, വർമ്മ സാറേ, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നീ പറഞ്ഞാൽ മതി. ഏതായാലും ഞാൻ പറയുന്നതിനപ്പുറം ഒരു പ്രധാനപ്പെട്ട കാര്യം ഇല്ലല്ലോ നിനക്ക് എന്നൊക്കെ പറഞ്ഞ് പ്രതാപവർമ്മ ഋതികയുടെയും രാജുവിൻ്റെയും വിവാഹം ആരോടും പറയാതെ നടത്തിയതാണെന്നും അതെല്ലാവരെയും അറിയിക്കാനാണെന്നൊക്കെ വീണ്ടും പറയുന്നുണ്ട്. രാജുവാണെങ്കിൽ ദീപക്ക് ജ്യൂസിൽ കലർത്തിയ മദ്യവും രാജുവിൻ്റെ അച്ഛൻ ആ ജ്യൂസിൽ തന്നെ ഉറങ്ങാനുള്ള പൊടിയുമായിരുന്നല്ലോ കലർത്തിയിരുന്നത്. അത് രണ്ടും കൂടെ ചെന്നിട്ട് രാജുവിന് നിൽക്കാൻ പറ്റുന്നില്ല. രാജു അങ്ങ് ആടുവാണ് നിന്നുകൊണ്ട്. രാജുവിൻ്റെ കണ്ടീഷനൊക്കെ പോയി രാജു ഒരു വല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. പ്രതാപവർമ്മയോട് രാജു പറയുന്നുണ്ട്, സാറ് പറയുന്നതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്നും പറഞ്ഞ് വർമ്മയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ വർമ്മയ്ക്ക് മനസ്സിലായി രാജു മദ്യപിച്ചിട്ടുണ്ടെന്ന്. നീ എന്താടാ മദ്യപിച്ചിട്ടുണ്ടോ, നീ ഒന്ന് ഊതിക്കേ എന്ന് പറയുമ്പോൾ രാജുവിൽ നിന്നും ഭയങ്കര മദ്യത്തിൻ്റെ മണമാണ് വരുന്നത്. വർമ്മയ്ക്കത് ഭയങ്കര ദേഷ്യം തോന്നിട്ട്, നീ കുടിച്ചിട്ടാണോടാ വന്നത്, എന്തുവാടാ നീ കാണിച്ചതെന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും രാജു അങ്ങ് താഴോട്ട് വീഴുവാണ്. വെഡിങ് റിസപ്ഷന് കട്ട് ചെയ്യാൻ വെച്ചിട്ട് അതിമനോഹരമായൊരു കേക്ക് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. രാജു ആ കേക്കും തള്ളിയിട്ടുകൊണ്ടാണ് ആ കേക്കിൻ്റെ പുറത്തോട്ടങ്ങ് വീഴുവാണ്. വന്നവരെല്ലാം അത് കണ്ടങ്ങ് അമ്പരന്ന് നിൽക്കുവാണ്. പ്രതാപവർമ്മയ്ക്ക് ഇതിൽ പരം ഒരു നാണക്കേടില്ല. ആ ഫംഗ്ഷൻ തന്നെ രാജു അങ്ങ് ആകെ കുളവാക്കി കളഞ്ഞു. എന്താ ഈ നടക്കുന്നതെന്നറിയാതെ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. രാജുവിൻ്റെ അച്ഛനും വന്ന്, രാജു നീ എന്താടായി കാണിക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ രാജുവിൻ്റെ അച്ഛനും അറിയില്ലല്ലോ ആ ജ്യൂസിനകത്ത് മദ്യം കലർത്തിയിട്ടുണ്ടെന്ന്. ഈ സംഭവമെല്ലാം കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുവാണ് അംബികയും മകൻ ദീപക്കും. ബാക്കി എല്ലാവരും സങ്കടത്തോടെ നിൽക്കുവാണ്. ഋതികയാണെ ഒന്നും പറയാൻ വയ്യാതെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. രാജുവാണെങ്കിൽ ആ കേക്കുമൊക്കെ തട്ടിപ്പറിച്ച് താഴെ വീണ് കിടന്നുകൊണ്ട് എന്തൊക്കെയോ പിച്ചും പേയും പറയുവാണ്. ശേഖർ ഓടി വന്ന് രാജുവിനെ ഇങ്ങനെ തടവി പെട്ടെന്ന് തലയെടുത്ത് മടിയിൽ വെച്ചിങ്ങനെ തലോടുകയൊക്കെ ചെയ്യുന്നുണ്ട്. എങ്ങനെയോ എല്ലാവരും കൂടെ ചേർന്ന് രാജുവിനെ കൊണ്ടുവന്ന് റൂമിനകത്താക്കുന്നുണ്ട്. അങ്ങനെ പ്രതാപവർമ്മ എല്ലാവരുടെയും മുന്നിൽ അങ്ങ് നാണം കെട്ട് എല്ലാം മറന്ന് സന്തോഷത്തോടെ മോളെയും മരുമകനായിട്ട് രാജുവിനെ ഏറ്റ് അത്ര വലിയൊരു ഫംഗ്ഷൻ നടത്താനായിട്ട് തീരുമാനിച്ചിരുന്നതല്ലേ. അപ്പോഴിങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കായാലും ഉള്ളതാണല്ലോ ഈ ഒരു നാണക്കേട്. അങ്ങനെ നേരം പുലർന്ന് രാജു ഉറക്കം ഉണർന്നിട്ട് വീണ്ടും പിച്ചുമ്പയും പറഞ്ഞിട്ട്, അയ്യോ ഞാനിത് എവിടാ, ഞാൻ എന്തോ ഈ കാണുന്നത്, എവിടാ ഞാൻ ഈ കിടക്കുന്നത് എന്നൊക്കെ പറയുമ്പം ഋതിക അങ്ങോട്ട് വരികയാണ്. ഋതികയുടെ മുഖത്ത് ഭയങ്കര സങ്കടവും ദേഷ്യവും ഉണ്ട്. ഋതിക മേഡം, ഞാനിവിടെ ഇത് എങ്ങനെ വന്നു? രാജു ഇപ്പം കിടക്കുന്നത് ബെഡ്റൂമിലാണ്, ഞാനിത് എങ്ങനെ ഇവിടെ വന്നു? അതൊക്കെ എന്നെ കൊണ്ട് പറയിക്കാതിരിക്കുന്നതാണ് രാജു നല്ലത്. എങ്കിലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല രാജുവിൽ നിന്ന്. ഋതിക മേഡം എന്തൊക്കെയാണ് പറയുന്നത്? രാജുവിന് എൻ്റെ അച്ഛനോട് എന്തെങ്കിലും തുറന്നു പറയുന്നതിന് അതിന് ഇത്രമാത്രം മദ്യം കുടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു? മദ്യം കഴിച്ചിട്ട് വേണോ അച്ഛനോട് കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട്? ഞാൻ മദ്യം കഴിച്ചെന്നോ? എന്തുവാ ഋതിക മേഡം ഈ പറയുന്നത്? മദ്യം കഴിച്ച് ആ ഫംഗ്ഷനിൽ വന്നവരുടെ എല്ലാം മുന്നിൽ വെച്ച് എൻ്റെ അച്ഛനെ നാണം കെടുത്തുകയല്ലേ രാജു ചെയ്തത്?
എൻ്റെ അച്ഛൻ എത്ര സന്തോഷത്തോടെയാണ് നമ്മളെ അംഗീകരിച്ച് നാട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തി അങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തിയത്. രാജു കുടിച്ച് ആ ഫംഗ്ഷൻ അലങ്കോലപ്പെടുത്തിയില്ലേ. ഞാൻ കുടിച്ചെന്നോ മേഡം എന്തൊക്കെയായി പറയുന്നേ? രാജു തന്നെ രാജുവിനെ ഒന്ന് നോക്കിക്കേ, എന്നിട്ട് മനസ്സിലാകും. അപ്പോൾ രാജു നോക്കുമ്പോൾ ശരിയാണ്, രാജുവിൻ്റെ ദേഹത്തൊക്കെ നല്ല മദ്യത്തിൻ്റെ മണമുണ്ട്. അയ്യോ ഞാൻ കുടിച്ചെന്നോ, ഇത് എങ്ങനെ എൻ്റെ ദേഹത്ത് ഇത് വന്നു? ശരി രാജു പോയി കുളിച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാകും. ഇങ്ങനെ ദേഷ്യത്തോടെ ഋതിക പറയുവാണ്. എന്നാൽ എനിക്ക് ടവൽ എടുത്തതാ, ടവലൊക്കെ അവിടെ കാണും, വേണമെങ്കിൽ പോയി എടുത്തോ എന്നും പറഞ്ഞ് ഋതിക അങ്ങനെ ദേഷിച്ച് നിൽക്കുവാണ്. ആ സമയത്ത് അപ്പു അങ്ങോട്ട് കയറി വരുവാണ്. അപ്പു വന്നിട്ട് രാജുവിനോട് പറയുന്നു, രാജുവേട്ടാ ഞാൻ ഒരിക്കലും രാജുവേട്ടനിൽ നിന്നും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. എൻ്റെ വല്യച്ഛൻ എത്ര സന്തോഷത്തോടെയാണ് നിങ്ങളുടെ വെഡിങ് റിസപ്ഷൻ നടത്താൻ തീരുമാനിച്ചത്. എല്ലാവരെയും വിളിച്ചു വരുത്തി നല്ല ഗംഭീരമായ ഒരു ആഘോഷമല്ലായിരുന്നോ വല്യച്ഛൻ പ്ലാൻ ചെയ്തത്? അതെല്ലാം രാജുവേട്ടൻ കുടിച്ചിട്ട് അത് നശിപ്പിച്ച് കളഞ്ഞല്ലോ. എനിക്കിത് ക്ഷമിക്കാൻ പറ്റില്ല രാജുവേട്ട. രാജുവേട്ടനിൽ നിന്നും ഇങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെയൊക്കെ അപ്പു പറയുമ്പോൾ രാജു, അപ്പു ഞാൻ കുടിച്ചിട്ടില്ല, അപ്പു എനിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, ഞാൻ കുടിച്ചിട്ടില്ല അപ്പു എന്നൊക്കെ പറയുമ്പം ഋതിക പറയുന്നുണ്ട്, മോള് താഴോട്ട് പോ, ഞങ്ങൾ താഴോട്ട് വരാം എന്നും പറഞ്ഞ് അപ്പുവിനെ പറഞ്ഞങ്ങ് ഋതിക താഴോട്ട് വിടുന്നുണ്ട്. ശേഖറും യാമിനിയും കൂടെ അവിടെ നടന്ന ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എന്ത് ചെയ്യാനാ, പ്രതാപേട്ടൻ എത്ര സന്തോഷത്തോടെയായിരുന്നു ഈ പരിപാടി പ്ലാൻ ചെയ്തതും അവരെ രണ്ടുപേരെയും അംഗീകരിക്കുകയും ചെയ്ത് രാജുവിനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് രാജുവിനെ മരുമകനായി അംഗീകരിക്കുകയും ചെയ്യുന്ന നല്ല ഒരു ചടങ്ങാണല്ലോ അലങ്കോലപ്പെടുത്തിയത്. ഇത് എന്താണ് സംഭവിച്ചത്? രാജുവിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ലല്ലോ, പിന്നെ എന്തു പറ്റി? യാമിനി പറയുന്നുണ്ട്, രാജു ഇവിടെ വന്നപ്പോൾ മദ്യപിച്ചിട്ടില്ല, അതെല്ലാവർക്കും അറിയാം. ഇവിടെ വന്നതിന് ശേഷം എന്തോ സംഭവിച്ചിരിക്കുന്നു, നമുക്കത് എന്താണെന്ന് കണ്ടുപിടിക്കണം, അല്ലാതെ രാജുവിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാകില്ല. ഏതായാലും പ്രതാപേട്ടൻ മറ്റുള്ളവരുടെ മുന്നിൽ വളരെ വിഷമത്തിലായിപ്പോയി, കഷ്ടമായിപ്പോയി എന്നൊക്കെ പറയുന്നു. ഇത് മനഃപൂർവ്വം ആരോ രാജുവിനെ പറ്റിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അംബികയും മകനും കേൾക്കുന്നുണ്ട്. അവരുടെ അടുത്തോട്ട് അംബിക നടന്നു വരുന്നത് കണ്ട് അന്ന് ശേഖറും യാമിനിയും പറഞ്ഞുകൊണ്ട് വന്നത് അങ്ങ് നിർത്തുന്നുണ്ട്. അംബിക ചോദിക്കുക, എന്തിനാ പറഞ്ഞത്, എന്തിനാ നിർത്തിയത്? അങ്ങ് പറഞ്ഞോ, ഇനിയിപ്പോൾ അവൻ മദ്യം കുടിച്ചതിനുവേ എൻ്റെ മകൻ്റെ പുറത്തോട്ടായിരിക്കും നിങ്ങൾ പഴിചാരാൻ പോകുന്നത്, എനിക്ക് നല്ലതുപോലെ അറിയാം. അയ്യോ ഞങ്ങളങ്ങനെ പറഞ്ഞില്ലല്ലോ, ദീപക്കിൻ്റെ പേരും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ യാമിനി പറയുന്നു. ഒരു സംശയം, അത്രയേ ഉള്ളൂ, നിങ്ങളാരും രാജുവിനെ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ എത്ര തവണ പറഞ്ഞ അവൻ നല്ലവനല്ലെന്ന്. ഇനി എന്തെല്ലാം നിങ്ങൾ കാണാൻ കിടക്കുന്ന അവനെക്കുറിച്ച്, എന്തൊക്കെ നിങ്ങൾ ഇനി അറിയാൻ കിടക്കുന്നു എന്നൊക്കെ ഇങ്ങനെ അംബിക വളരെ മോനവെച്ചുള്ള കുത്തുവാക്കൽ പറയുവാണ്. ഈ സമയത്ത് ഋതികയും രാജുവും മുകളിൽ നിന്ന് ഇറങ്ങി വരുവാണ് അവരുടെ വീട്ടിൽ പോകാനായിട്ട്. ഇവരെ കണ്ടുകൊണ്ട് ഋതികയും രാജുവും ഇങ്ങനെ നോക്കുന്നുണ്ട്. അടുത്ത് വന്നിട്ട് ഋതിക ശേഖറിനോടും യാമിനിയോടും യാത്ര ചോദിക്കുന്നു. ചെറിയച്ഛ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. ഋതിക ഇങ്ങനെ തല താഴ്ത്തി ഭയങ്കര സങ്കടത്തോടാണ് നിന്ന് പറയുന്നത്. രാജുവാണെങ്കിൽ ഒന്നും പറയാനാകാതെ തല കുനിച്ച് രാജുവും നിൽക്കുവാണ്. ഇതൊക്കെ കണ്ടിട്ട് സന്തോഷത്തോടെ അംബിക ചോദിക്കുന്നത്, എന്താ ഞങ്ങളോട് യാത്ര ചോദിക്കുന്നില്ലയോ എന്ന് ചോദിക്കുമ്പോൾ ഋതിക അംബികയെ ഒന്ന് തുറിച്ചു നോക്കിയിട്ട് രാജുവും ഋതികയും അങ്ങ് പുറപ്പെടുവാണ്. രാജുവിൻ്റെ വീട്ടിലാണെങ്കിൽ രമ്യയും രമ്യയുടെ അമ്മാവൻ സേതുവും കൂടെ അങ്ങോട്ട് വരികയാണ്. രമ്യ കടന്ന് വേണ്ട അമ്മാവ, ഒന്നും പറയണ്ട അമ്മാവ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനൊന്നും പറ്റത്തില്ലടി, ഇതുങ്ങളോടൊന്നും ഇങ്ങനൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. സേതു ഭയങ്കര ഒച്ചത്തിൽ അവിടെ കിടന്ന് ഇങ്ങനെ ബഹളം വെക്കുവാണ്. അത് കേട്ടുകൊണ്ട് വേണുവും രാധമ്മയും അങ്ങോട്ട് വരികയാണ്. എന്താ ഇവിടെ ബഹളം വെക്കുന്നത്? അതെ, നിങ്ങൾ ഇറങ്ങാനുള്ള ദിവസങ്ങളൊക്കെ അടുത്ത് വരുന്നു, അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വന്നതാ. അന്നേരം അയ്യാ ഉയ്യ ഒന്നും പറയരുത്. രാജുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞ ഡേറ്റ് ആയില്ലല്ലോ, ആ സമയത്ത് ഞങ്ങൾ ഇറങ്ങിയിരിക്കും, പറഞ്ഞ തുകയും നിങ്ങൾക്ക് തന്നിരിക്കും എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും ആ സേതു വളരെ മോശമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ രാജുവിൻ്റെ അച്ഛന് ഭയങ്കര ദേഷ്യവും ഇൻസൾട്ടും ആകുന്നുണ്ട്. രാജുവിൻ്റെ അച്ഛനും ഭയങ്കര ഒച്ചത്തിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഒരു ഉന്തും തെള്ളും നടക്കുന്ന ഒരു രീതിയിലോട്ട് വരികയാണ്. അത് കണ്ടിട്ട് രാധമ്മയ്ക്ക് പെട്ടെന്ന് സങ്കടമാകുന്നു. രാധമ്മ കൈയെടുത്ത് തൊഴുതിട്ട് പറയുന്നു, എന്തിനാ നിങ്ങൾ ഇങ്ങനെ കടന്ന് ഞങ്ങളെ ആക്ഷേപിക്കുന്നത്? മറ്റുള്ളവർ കേൾക്കെ എന്തിനിങ്ങനെ ഒച്ച വെക്കുന്നത്? ഞങ്ങൾ പറഞ്ഞല്ലോ, പറഞ്ഞ ഡേറ്റിനുള്ളിൽ തന്നെ ഞങ്ങൾ ഇറങ്ങുകയും ചെയ്യും, നിങ്ങൾക്ക് തരാനുള്ള പൈസയും തരും. അതുവരെ നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനെ വന്ന് ബഹളം വെക്കരുത്, മറ്റുള്ളവരുടെ മുന്നിൽ ഞങ്ങളെ ഇങ്ങനെ നാണം കെടുത്തരുത് എന്നൊക്കെ ഇങ്ങനെ രാധമ്മ പറയുന്നുണ്ട്. രമ്യ നിർബന്ധിച്ച് അവളുടെ അമ്മാവനെയും പിടിച്ചോണ്ട് അങ്ങ് പോവുകയാണ്. ആ സമയത്ത് രാജുവിൻ്റെ അച്ഛൻ്റെ ഒരു നെഞ്ചുവേദന പോലെ കാണിക്കുന്നുണ്ട്. പുള്ളി ഇങ്ങനെ പറയുന്നില്ല, പക്ഷേ നെഞ്ച് തടകുന്നുണ്ട്. രാധമ്മ ചോദിക്കുന്നു, എന്ത് പറ്റിയോ? ഒന്നുമില്ല.
നീ എൻ്റെ ആ മുണ്ട് ഉടുപ്പും ഇങ്ങ് എടുത്തോണ്ട് വാ, ഞാൻ പുറത്തോട്ടൊന്ന് പോകട്ടെ. ഇനി ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ലല്ലോ, അവർക്ക് കൊടുക്കാനുള്ള പൈസ എങ്ങനെയെങ്കിലും റെഡിയാക്കിയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ രാധമ്മ പറയുന്നു, നമുക്ക് വർമ്മ സാറിനോടൊന്ന് ചോദിച്ചാലോ? വേണ്ട വേണ്ട, അതൊരിക്കലും പാടില്ല. അത് ഋതിക മേഡത്തിനൊരു വല്ലാത്ത കുറച്ചിലുമാകും. അത് തന്നെയല്ല, അദ്ദേഹം ഇത്രയൊക്കെ നമ്മളോട് ക്ഷമിച്ച് നമുക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും നമ്മൾ പറയാനോ ചോദിക്കാനോ പാടില്ല എന്നൊക്കെ പറഞ്ഞ് രാജുവിൻ്റെ അച്ഛൻ പുറത്തോട്ട് പോകാൻ ഒരുങ്ങുവാണ്. ഇനി രാജുവിൻ്റെ അച്ഛന് നെഞ്ചുവേദന വരുകയോ ഹാർട്ട് അറ്റാക്ക് വരുമോ അതോ ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊന്നും അറിയില്ല. ഇതിൻ്റെ അടുത്ത വീഡിയോയുമായി നാളെ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.